നമ്മളിന്ന് ആറ്റിൽ കുടുക്ക വെച്ചിട്ട് മീൻ പിടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുടുക്കയൊക്കെ സെറ്റാക്കി നമ്മൾ നേരെ ആറ്റിലേക്ക് പോയേ. ഒരു ഉച്ച സമയമൊക്കെ ആയി. എങ്കിലും ഒരു സംശയം ഉണ്ടായിരുന്നു മീൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ അധികം നിരാശപ്പെടേണ്ടി വന്നില്ല. നമുക്ക് അത്യാവശ്യം മീനുകളെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ മീൻ പരലാണ് കേട്ടോ. അപ്പം അതിനെയും കൊണ്ട് നേരെ വീട്ടിലേക്ക് ഓടി. കിട്ടിയ പാടെ നമ്മൾ വീട്ടിലേക്ക് വന്നു കേട്ടോ. എന്നിട്ട് വെട്ടാനിരുന്നു. അത് കയ്യിൽ നിന്ന് വഴുതി പോകുന്നുണ്ടായിരുന്നു. കാരണം ആറ്റ് മീനല്ലേ, അപ്പോൾ അത്യാവശ്യം ചേറൊക്കെ കാണും. അപ്പോൾ ഞാൻ അതിൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞ് നല്ലവണ്ണം ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വാലൊക്കെ ഒന്ന് കളഞ്ഞ് ആറ്റ് മീനായതുകൊണ്ട് തന്നെ നല്ലവണ്ണം കഴുകിയെടുക്കണം കേട്ടോ. വെട്ടി നല്ലവണ്ണം കഴുകിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വഴുവഴുപ്പ് അങ്ങോട്ട് മാറില്ല. അപ്പം നല്ലപോലെ നമ്മൾ വെട്ടി കഴുകിയെടുക്കുന്നുണ്ട്. ഇനിയും ഉള്ളൊരു സംശയമാണ് ഇതിനെ കറി വെക്കണോ അതോ ഫ്രൈ ചെയ്തെടുക്കണോ എന്നുള്ളത്. അപ്പം നമ്മളങ്ങനെ അവസാനം തീരുമാനിച്ചു ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ലപോലെ ഞാൻ കുറേ വെള്ളത്തിൽ കഴുകുന്നുണ്ട് കേട്ടോ. ആറ്റുമീനല്ലേ, അപ്പം നല്ലപോലെ വരഞ്ഞെടുക്കുന്നുണ്ട്. വറക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ലപോലെ വരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ വരഞ്ഞ് എല്ലാ മീനുകളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് മുളക് പൊടി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ലേശം മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയും കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിച്ച് ആ മസാല എല്ലാം നല്ലപോലെ ചേർത്ത് എല്ലാ മീനുകളും അതിലേക്കിട്ട് നല്ലോണം തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാ മീനുകളിലേക്കും നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം, അതായത് ഒരു 2 മിനിറ്റ് അങ്ങനെയും നമുക്ക് വെക്കാം. ഇനി ഞാനൊരു ഭംഗിക്ക് വേണ്ടി ഒരു കറിവേപ്പിലയൊക്കെ പിച്ചി ആ സൈഡിൽ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മീൻ വറക്കാനുള്ള ചട്ടി നേരെ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, മീനെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയൊക്കെ അതിലേക്ക് മണ്ടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പരൽ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയപ്പോൾ തന്നെ നമുക്ക് വിശപ്പ് തുടങ്ങി. അപ്പം നമുക്കിനി ചോറ് കഴിക്കാം. അപ്പം അച്ചാറുണ്ട്, സാമ്പാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പരൽ ഫ്രൈയും കൂടെ കഴിക്കാം. ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മോക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മോയുടെ അഭിപ്രായം ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.